സമസ്ത 3ാം ക്ലാസ്സിലേക്ക് പരിഷ്കരിച്ച് പുറത്തിറക്കിയ ദുറൂസുൽ ഇഹ്സാൻ പാഠപുസ്തകമാണിത്. ഒന്നാമത്തെ പാഠം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പാഠം 1. ബന്ധുക്കളെ എനിക്കിഷ്ടമാണ്. പാഠം നോക്കാം. കൂട്ടുകാരെ, നിങ്ങൾക്ക് കുടുംബക്കാരെ കാണുന്നതും അവരോട് സംസാരിക്കുന്നതും വലിയ ഇഷ്ടമാണല്ലോ. കുടുംബക്കാരെ കാണുന്നതും അവരോട് സംസാരിക്കുന്നതും വലിയ ഇഷ്ടമാണല്ലോ. കുടുംബക്കാരുമായി നല്ല ബന്ധം പുലർത്തുന്നത് അള്ളാഹുവിനും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും വലിയ ഇഷ്ടമാണ്. കുടുംബക്കാരുമായി നല്ല ബന്ധം പുലർത്തുന്നത് അള്ളാഹുവിനും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും വലിയ ഇഷ്ടമാണ്. നമ്മുടെ ഉപ്പയുമായോ ഉമ്മയുമായോ രക്തബന്ധമുള്ളവരാണ് കുടുംബക്കാർ. നമ്മുടെ കുടുംബക്കാർ ആരാണ്? ഉപ്പയുമായോ ഉമ്മയുമായോ രക്തബന്ധമുള്ളവർ. ഉപ്പയുമായി രക്തബന്ധമുള്ളവരാണ് ഉപ്പയുടെ ഉപ്പ, ഉപ്പയുടെ ഉമ്മ, സഹോദരന്മാർ, സഹോദരിമാർ, അവരുടെ മക്കൾ. അതുപോലെ ഉമ്മയുമായി രക്തബന്ധമുള്ളവരാണ് ഉമ്മയുടെ ഉമ്മ, ഉമ്മയുടെ ഉപ്പ, ഉമ്മയുടെ സഹോദരിമാർ, ഉമ്മയുടെ സഹോദരന്മാർ, അവരുടെ മക്കൾ. ഇവരെല്ലാം നമ്മുടെ കുടുംബക്കാരാണ്. അവർ താമസിക്കുന്നത് എത്ര അകലെയാണെങ്കിലും നേരിട്ടോ ഫോണിൽ കൂടിയോ മറ്റോ അവരുമായി നാം ബന്ധം പുലർത്തണം. അവർ ദൂരെയാണ് താമസിക്കുന്നതെങ്കിൽ കൂടി നേരിട്ട് അവരുടെ വീട്ടിൽ ചെന്നോ അല്ലെങ്കിൽ ഫോണിൽ കൂടിയോ അവരുമായി നല്ല ബന്ധം പുലർത്തണം. കുടുംബക്കാരുമായി നല്ല ബന്ധം പുലർത്തിയാൽ നമുക്ക് എന്തെല്ലാം നേട്ടങ്ങളാണ് ലഭിക്കുക? റിസ്ക് വിശാലമാകും. അതിൻ്റെ അർത്ഥം ഭക്ഷണം വിശാലമാകും. ആയുസ് കൂടും. നമ്മുടെ ആയുസ് വർദ്ധിക്കും. സ്വർഗത്തിൽ കടക്കാൻ കാരണമാകും. നമുക്ക് സ്വർഗത്തിൽ കടക്കാൻ അത് കാരണമാകും. നമ്മളും അവരും തമ്മിൽ സ്നേഹം വർദ്ധിക്കും. നമ്മളും കുടുംബക്കാരും തമ്മിൽ സ്നേഹം വർദ്ധിക്കും. കുടുംബക്കാരുമായി നല്ല ബന്ധം പുലർത്തിയാലുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണ്? റിസ്ക് വിശാലമാകും, ഭക്ഷണം വിശാലമാകും, ആയുസ് കൂടും, സ്വർഗത്തിൽ കടക്കാൻ കാരണമാകും, നമ്മളും അവരും തമ്മിൽ സ്നേഹം വർദ്ധിക്കും. കുടുംബക്കാരുമായി എങ്ങനെ ബന്ധം പുലർത്താം? കുടുംബക്കാരെ സൽക്കരിക്കുക. കുടുംബക്കാർ വീട്ടിലേക്ക് വരുമ്പോൾ അവർക്ക് നല്ല ഭക്ഷണങ്ങളൊക്കെ വിളമ്പി അവരെ സൽക്കരിക്കുക. അവർക്ക് സ്വതക്ക ചെയ്യുക. ദാനം കൊടുക്കുക. കഴിയുന്ന സഹായങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുക. അവർക്ക് എന്തെങ്കിലും സഹായങ്ങൾ നമ്മളെ കൊണ്ട് ആവശ്യമായിട്ട് വന്നാൽ അത് അവർക്ക് ചെയ്തു കൊടുക്കുക. അവരെ സന്ദർശിക്കുക. കുടുംബക്കാരെ സന്ദർശിക്കുക. ഇടയ്ക്ക് അവരുടെ വീട്ടിലൊക്കെ പോയി അവരെ സന്ദർശിക്കുക, അവരെ കാണുക. അവർക്ക് ഹദിയ നൽകുക. എന്തെങ്കിലും പൈസ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് അവർക്ക് നൽകുക. ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് അവർക്ക് കൊടുക്കാം. രോഗിയായാൽ ആവശ്യമായത് ചെയ്തു കൊടുക്കുക. അവർ രോഗിയാണ്, അവർക്ക് ആവശ്യമായിട്ട് എന്തെങ്കിലും വണ്ടിയോ എന്തെങ്കിലും ആവശ്യമായിട്ട് വന്നാൽ, ഹോസ്പിറ്റലിൽ പോകാൻ എന്തെങ്കിലും വാഹനമൊക്കെ ആവശ്യമായി വന്നാൽ അവർക്ക് ആവശ്യമുള്ളത് ചെയ്തു കൊടുക്കാം. അവരുടെ സന്തോഷങ്ങളിൽ സന്തോഷിക്കുക. അവരുടെ വീട്ടിലൊക്കെ എന്തെങ്കിലും സന്തോഷം ഉണ്ടാകുമ്പോൾ അതിൽ നമ്മളും സന്തോഷിക്കുക. അവർക്ക് ദുഃഖം വരുമ്പോൾ ആശ്വസിപ്പിക്കുകയും ദുആ ചെയ്യുകയും ചെയ്യുക. അവർക്ക് ദുഃഖം വരുമ്പോൾ അവരുടെ വീട്ടിലൊക്കെ മരണം അതുപോലത്തെ വല്ലതും സംഭവിച്ചാൽ അവരെ ആശ്വസിപ്പിക്കുകയും ദുആ ചെയ്യുകയും ചെയ്യുക. ഇതൊക്കെയാണ് കുടുംബ ബന്ധം പുലർത്താനുള്ള മാർഗങ്ങൾ. എങ്ങനെയൊക്കെയാണ് കുടുംബ ബന്ധം പുലർത്തേണ്ടത് എന്നാണ് പഠിച്ചത്. ബാക്കി നോക്കാം. വമൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫൽയസിൽ റഹിമഹു. അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നവൻ
അവൻ്റെ കുടുംബത്തെ ചേർത്തുകൊള്ളട്ടെ. അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നവൻ. നമ്മളെല്ലാവരും അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നവരാണ്. അവരെന്താ ചെയ്യേണ്ടത്? അവൻ്റെ കുടുംബത്തെ ചേർത്തുകൊള്ളട്ടെ, കുടുംബത്തെ ചേർത്തു നിർത്തട്ടെ. തദ്രീബാത്ത്. 1. ഉത്തരം എഴുതാം. അതിൽ ഒന്നാമത്തെ, കുടുംബ ബന്ധം പുലർത്തിയാലുള്ള നേട്ടങ്ങളിൽ 4 എണ്ണം. അതിൻ്റെ ഉത്തരം: റിസ്ക് വിശാലമാകും, ആയുസ് കൂടും, സ്വർഗത്തിൽ കടക്കാൻ കാരണമാകും, നമ്മളും അവരും തമ്മിൽ സ്നേഹം വർദ്ധിക്കും. 2. കുടുംബ ബന്ധം പുലർത്തുന്നതിനുള്ള മാർഗങ്ങളിൽ 4 എണ്ണം. കുടുംബ ബന്ധം പുലർത്തുന്നതിനുള്ള മാർഗങ്ങളിൽ നിന്ന് 4 എണ്ണം എഴുതിയാൽ മതി. അതിൻ്റെ ഉത്തരം: കുടുംബക്കാരെ സൽക്കരിക്കുക, അവർക്ക് സ്വതക്ക ചെയ്യുക, കഴിയുന്ന സഹായങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുക, അവരെ സന്ദർശിക്കുക. 4 എണ്ണം എഴുതിയാൽ മതി. മൂന്നാമത്തെ ചോദ്യം: ആരാണ് കുടുംബക്കാർ? ആരാണ് കുടുംബക്കാർ? അതിൻ്റെ ഉത്തരം: നമ്മുടെ ഉപ്പയുമായോ ഉമ്മയുമായോ രക്തബന്ധമുള്ളവരാണ് കുടുംബക്കാർ. നമ്മുടെ ഉപ്പയുമായോ ഉമ്മയുമായോ രക്തബന്ധമുള്ളവരാണ് കുടുംബക്കാർ. അടുത്തത്, ഉസ്താദിനോട് അന്വേഷിക്കാം. കുടുംബക്കാർക്ക് സ്വതക്ക ചെയ്താൽ ലഭിക്കുന്ന കൂലി. കുടുംബക്കാർക്ക് സ്വതക്ക ചെയ്താൽ ലഭിക്കുന്ന കൂലി അല്ലെങ്കിൽ പ്രതിഫലം. അതിൻ്റെ ഉത്തരം: കുടുംബക്കാർക്ക് സ്വതക്ക ചെയ്താൽ സ്വതക്കയുടെ പ്രതിഫലവും കുടുംബ ബന്ധം ചേർക്കുന്നതിൻ്റെ പ്രതിഫലവുമുണ്ട്. അതിൻ്റെ ഉത്തരം: കുടുംബക്കാർക്ക് സ്വതക്ക ചെയ്താൽ സ്വതക്കയുടെ പ്രതിഫലവും കുടുംബ ബന്ധം ചേർക്കുന്നതിൻ്റെ പ്രതിഫലവുമുണ്ട്. 2 പ്രതിഫലമുണ്ട്. കുടുംബമരം വരയ്ക്കാം. മാതൃകുടുംബം, ഉമ്മയുടെ കുടുംബം. അൽ ജദ്ദു വൽ ജദ്ദത്തു, വല്ലുപ്പ വല്ലുമ്മ. ഖാലത്തുൻ, ഉമ്മുൻ ഖാലത്തുൻ. ഖാലുൻ ഖാലുൻ ഖാലുൻ. ഉമ്മുൻ ഉമ്മ. ഖാലത്തുൻ സഹോദരി, ഉമ്മയുടെ സഹോദരി. ഖാലത്തുൻ ഉമ്മയുടെ സഹോദരി. ഖാലുൻ അമ്മാവൻ അല്ലെങ്കിൽ ഉമ്മയുടെ സഹോദരൻ. ഖാലുൻ അമ്മാവൻ, ഖാലുൻ അമ്മാവൻ. ഇനി മാതൃകുടുംബത്തിൻ്റെ എങ്ങനെയാണ് കുടുംബമരം വരയ്ക്കുക? ഒരു മരം വരച്ചിട്ട് അതിൽ ജദ്ദ് ജദ്ദത്ത് അവിടെ എഴുതാം. പിന്നെ ഖാലുൻ, അതിൻ്റെ അടിയിൽ ഖാലുൻ ഖാലുൻ. ഒരു സൈഡിൽ ഖാലത്തുൻ ഉമ്മുൻ ഖാലത്തുൻ. അങ്ങനെ എഴുതിയിട്ട് അതിൻ്റെ ഒരു കുടുംബമരത്തിൻ്റെ ഒരു ചിത്രം ഞാൻ അതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട്. പിതൃകുടുംബം. അൽ ജദ്ദു വൽ ജദ്ദത്തു, വല്ലുപ്പ വല്ലുമ്മ. പിതാവിൻ്റെ കുടുംബമാണ്. വല്ലുപ്പ പിതാവിൻ്റെ ഉപ്പ, വല്ലുമ്മ പിതാവിൻ്റെ ഉമ്മ അല്ലെങ്കിൽ ഉപ്പയുടെ ഉപ്പ ഉപ്പയുടെ ഉമ്മ. അബുൻ അമ്മുൻ അമ്മുൻ അമ്മത്തുൻ. അബുൻ പിതാവ് അല്ലെങ്കിൽ ഉപ്പ. അമ്മുൻ ഉപ്പയുടെ സഹോദരൻ. അമ്മുൻ ഉപ്പയുടെ സഹോദരൻ. അമ്മത്തുൻ ഉപ്പയുടെ സഹോദരി. അമ്മത്തുൻ ഉപ്പയുടെ സഹോദരി. ഇത് മാതൃകുടുംബത്തിൻ്റെ കുടുംബമരമാണ്. പിതൃകുടുംബത്തിൻ്റെ കുടുംബമരം കൂടി നിങ്ങൾ വരയ്ക്കണം. ഇതുപോലെ വരച്ചിട്ട് അതിൻ്റെ മേതെ ജദ്ദുൻ ജദ്ദത്തുൻ അതുപോലെ എഴുതാം. അതിൻ്റെ ഒരു സൈഡിലായിട്ട് അമ്മുൻ അബുൻ അമ്മുൻ, ഒരു സൈഡിൽ അമ്മത്തുൻ അമ്മത്തുൻ അമ്മത്തുൻ. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ പിതൃകുടുംബത്തിൻ്റെ കുടുംബമരമായി. 3ാം ക്ലാസ്സിലെ ദുറൂസുൽ ഇഹ്സാനിലെ 1ാമത്തെ പാഠം ഇവിടെ അവസാനിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.